Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ നാട്ടിൽ സ്പെഷ്യൽ ആയിട്ടുള്ള മാൽപ്പൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. എൻ്റെയും ഫേവറേറ്റ് ആണ്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്കും അറിയത്തുള്ളൂ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഷുഗറാണ് കേട്ടോ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്, പഞ്ചസാര, അതിലേക്ക് 1.5 കപ്പ് വെള്ളം. ഇത് ഇത്രയും ഇതിലേക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഷുഗർ ഒന്ന് മെൽട്ടായി വന്നാൽ മാത്രം മതി, വെള്ളം ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഇതിലേക്ക് ഏലക്കപ്പൊടിയാണ് 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഏലക്കപ്പൊടി കയ്യിലില്ലെങ്കിൽ ഏലക്ക മുഴുവനായിട്ടും ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി. ഒരു 4-5 ഏലക്ക എടുത്തിട്ട് ഇതാ വെള്ളം ഇവിടെ നല്ല പോലെ തിളച്ച് കിട്ടിയിട്ട് ഉണ്ട്. അതിനെ നമുക്ക് അവിടെ മാറ്റി വെക്കാം. അത് ചൂടോട് കൂടിയല്ല, കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ ഈ മാവ് തയ്യാറാക്കുന്നുള്ളത്. വേറൊരു ബോൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് മിക്സാക്കി ഒഴിക്കണം. ഈ പഞ്ചസാര പാനി തണുത്തതിന് ശേഷമാണ് കേട്ടോ, നല്ലോണം തണുപ്പില്ല, എന്നാലും ഇളം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്, ഓൾ പർപ്പസ് ഫ്ലോർ. അതിന് ആദ്യം ഞാൻ 1 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറ് വേണമെന്നുള്ളവർ ഇതുപോലെ ഫോട്ടോക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഫുഡ് കളറ്. ഇത് 1 മുട്ടയുടെ പകുതി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ പഞ്ചസാര പാനി കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1/2 കപ്പാണ് കേട്ടോ. ആദ്യം ഞാൻ 1 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. ഇത് 1/2 കപ്പും കൂടി, അങ്ങനെ മൊത്തത്തിൽ 1.5 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ ഷുഗർ പാനി ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ കട്ടയൊന്നും കൂടാതെ നമുക്കിതിനെ മിക്സാക്കി എടുക്കണം. അതിലേക്ക് കറുത്ത എള്ളില്ലേ, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിനെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിന് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ കുറച്ച് കട്ടി കൂടിപ്പോയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് 1.5 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക. നമുക്ക് ഈ പാന് ചൂടായോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറേ പേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ടാകുമ്പോഴത്തേന് അത് ഒരു പെർഫെക്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടില്ലെന്ന് വെച്ചിട്ട് നമ്മൾ ആ മാവിലേക്ക് കൂടുതലൊന്നും വെള്ളം ഒഴിക്കാനൊന്നും പോവണ്ട. അത് ആദ്യത്തത് ശരിയായില്ലെങ്കിലും 1-2 തവണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും 1-2 പ്രാവശ്യം ഒഴിച്ചെടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇതുപോലെ ഇപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിലും അത് 1-2 തവണ ഒഴിച്ചെടുത്തതിന് ശേഷമായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളത്. ഇതാ 2 ഒഴിച്ചിട്ട് 3ാമത് ഒഴിക്കുന്ന ടൈമിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ സൈഡൊക്കെ നല്ല പോലെ മൊരിഞ്ഞിട്ട് നല്ല കറുമുറായിട്ടിരിക്കും സൈഡൊക്കെ. അത് തണുത്തിട്ട് ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ ആ സൈഡിലത്തൊക്കെ കറുമുറായിട്ടുള്ള ക്രിസ്പിനെസ് പോവും. എന്നിട്ട് നല്ല ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിലായിരിക്കും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈ മാൽപ്പൊരി ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടമുള്ളവർ 1 തവണയെങ്കിലും ട്രൈ ചെയ്തിട്ട് നോക്കേണ്ട ഒരു റെസിപ്പി കൂടിയാണിത്. ഇത് മാംഗ്ലൂർ ഭാഗത്തും കൂടുതലായിട്ടുണ്ട്. മാംഗ്ലൂർ ഭാഗത്തൊക്കെ കൂടുതലും ഇതിലേക്ക് കളറൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നോർമൽ നമുക്ക് പഞ്ചസാര മാത്രം ഇട്ടിട്ടുള്ള അപ്പം ഉണ്ടാവില്ല, നെയ്യപ്പം പോലത്തെ, അതുപോലെ ആയിട്ട് ഇരിക്കൂട്ട അതിൻ്റെ കളറ്. അപ്പോൾ ഇത് കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുഡ് കളർ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 5 ദിവസമൊക്കെ വരെ ഇത് ഇരിക്കുന്നുണ്ട്, ഒരു കേടുപാടും കൂടാതെ.
നമ്മളെ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇത് ചീരനിക്ക് മറ്റേ ബേബി ഷവറിനൊക്കെ ഇത് വയറ് കാണാൻ പോകുന്ന ചടങ്ങിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഈ മാൽപ്പൊരിയും കൂടിയിട്ട് മാൽപ്പുവ അങ്ങനെയൊക്കെയാണ് ഞാൻ റെസിപ്പിയിൽ അടിച്ചു നോക്കിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ പറയാറുള്ളത് മാൽപ്പൊരി എന്നാണ്. ഇത് വ്യത്യസ്തമായ രുചിയും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഈ അപ്പത്തിനുള്ളത്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. 3 ചേരുവ മാത്രം മതി ഇത് നമുക്ക് തയ്യാറാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഗസ്റ്റുകൾ വരുമ്പോഴത്തേനും എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് കൂടിയാണ്. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് ഇത് കഴിക്കാം. അത്രയ്ക്കും ടേസ്റ്റാണ്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.